എവിടെയോ പോയി നോക്കിയപ്പോൾ മുടി നീട്ടി വളർത്തിയ ഒരു പെണ്ണാണ് നിങ്ങളെ തമ്മിൽ പിരിച്ചു വെച്ചു എന്ന് അങ്ങനെ എന്തോ പറഞ്ഞു തോന്നുന്നു. നമുക്കറിയില്ല, വ്യക്തമായിട്ട് നമുക്ക് പറയാൻ അറിയില്ല. അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടാണ് അവളിനെ കൊല്ലാൻ കാരണം എന്നാ പറയും. സ്വന്തം ഭാര്യ പിണങ്ങിപ്പോകുന്നതിന് കാരണമായി പാലക്കാട് നെന്മാറയിൽ ഇരട്ടക്കൊലപാതകം നടത്തിയ ചെന്താമര വിശ്വസിച്ചിരുന്നത് ഇതാണ്. എന്നാൽ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം 2018 ഉച്ചഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ചെന്താമര ഭാര്യ വിലാസിനിയെ കഴുത്തിനു പിടിച്ച് കൊടുവാൾ കൊണ്ട് വെട്ടാൻ ശ്രമിച്ചിരുന്നു. അന്ന് തലനാരിഴയ്ക്കാണ് വിലാസിനി രക്ഷപ്പെട്ടത്. തൊട്ടടുത്ത ദിവസം തന്നെ മകളെയും കൊണ്ട് ഈ വീട് വിട്ടിറങ്ങി. തൊഴിലുറപ്പ് പദ്ധതിയുടെ ചുമതലക്കാരിയായ വിലാസിനിയോട് അയൽ വീട്ടിലെ സജിതയെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇത് നടത്താതിരുന്നതാണ് ഇയാൾക്ക് ഭാര്യയോടുള്ള ദേഷ്യം. പ്രണയിച്ച വിവാഹം കഴിച്ച ഭാര്യ വീട് വിട്ടിറങ്ങിയതോടെ ചെന്താമരയുടെ പക വർദ്ധിച്ചു. 2019 അത്തം നാളിൽ മാവേലി സ്റ്റോറിൽ പോയി മടങ്ങി വന്ന സജിതയെ വീടിനുള്ളിൽ കയറി ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകത്തിന് തലേ ദിവസം ഇയാൾ വീടിന് ചുറ്റുമുണ്ടായിരുന്ന ശീമക്കൊന്നയുടെ കമ്പുകളെല്ലാം മുറിച്ചിരുന്നു. സമാനമായി ഇന്നലെ പകൽ ശീമക്കൊന്നയുടെ കമ്പുകൾ എല്ലാം മുറിച്ച് ഇയാൾ അടുക്കി വെച്ചിരുന്നു. 58 വയസ്സിലധികം പ്രായമുള്ള ചെന്താമര നാട്ടുകാരുമായി അധിക ബന്ധം പുലർത്തിയിരുന്നില്ല. കൊലപാതകത്തിനായി കൊടുവാളിൽ നീളമുള്ള കമ്പുകൊണ്ട് പിടി തീർത്തിരുന്നു. ഇന്ന് സുധാകരനെയും പിന്നീട് ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തുന്നതിനിടയിൽ കൊടുവാളിന്റെ പിടി ഒടിഞ്ഞിരുന്നു. വീടിനുള്ളിൽ പോലീസ് മറ്റൊരു വാളും കണ്ടെത്തി. ആദ്യത്തെ കൊലപാതകത്തിന് ശേഷം നാട്ടുകാർ ചെന്താമരയുടെ ഭാര്യയോട് ഈ വീട് വിൽക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആവശ്യക്കാർ വരാത്തത് കൊണ്ടാണ് വീട് വിൽക്കാത്തതെന്നാണ് വിലാസിനി നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ചെന്താമര ഇരട്ടക്കൊലപാതകത്തിന് 4 ദിവസം മുമ്പ് ഈ വീട്ടിലെത്തി താമസം ആരംഭിച്ചു. പകലും രാത്രിയിലും വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് നിരീക്ഷണം നടത്തിയതിനു ശേഷമാണ് ഇന്ന് രാവിലെ കൊലപാതകം നടത്തിയത്. കൊലപാതകം നടത്തിയതിനു ശേഷം സമീപത്തെ കുളത്തിൽ പോയി കുളിച്ചതിനു ശേഷമാണ് ചെന്താമരയെ കാണാതായത്.